എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. കാരണം ഈ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ പാകിസ്ഥാന് നൽകുന്ന ഈ മറുപടിയുടെ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നരേന്ദ്രമോദിയാണത്രേ ആ പേര് സജസ്റ്റ് ചെയ്തത്, ഓപ്പറേഷൻ സിന്ദൂർ. കാരണം നിങ്ങൾക്ക് അറിയാലോ, പഹൽഗാമില് ഭാര്യമാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഭർത്താക്കന്മാരെ ഈ ഇസ്ലാമിക ഭീകരർ, ഒരു പത്രങ്ങളും ഇസ്ലാമിക ഭീകരർ എന്ന് ഇപ്പോഴും പറഞ്ഞു തുടങ്ങിയിട്ടില്ല, പക്ഷേ അങ്ങനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാമിക ഭീകരർ പാന്റ് അഴിച്ചു നോക്കി, സിബ് അഴിച്ചു നോക്കി, ഇവൻ മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവരെ നിറത്തോക്കിൽ വകവരുത്തിയ ആ സംഭവം എന്ന് പറഞ്ഞാൽ, ഭർത്താവിനെ പിടഞ്ഞു മരിക്കുന്ന ഭർത്താവ്. കാരണം ഹൈന്ദവ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സിന്ദൂരം എന്ന് പറയുന്നത് അവരുടെ മാംഗല്യത്തിന്റെ അടയാളമാണ് സിന്ദൂരം. ആ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആ കൊലയ്ക്ക് പകരം വീട്ടുന്നതിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ്. മാത്രമല്ല, ഈ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പ്രഹരത്തിന് ശേഷം ഇത് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ആക്രമണം നടത്തിയത് തുടങ്ങിയുള്ള സൈനിക വിവരങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രത്തോട് അത് വിശദീകരിച്ചു കൊടുത്തത് രണ്ട് സ്ത്രീകളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വൻ പ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് രണ്ട് സ്ത്രീകൾ അവരാണ് പ്രഖ്യാപിച്ചത് രാഷ്ട്രത്തോട്, ഇതാ ഞങ്ങളുടെ സേന വകവരുത്തിയിരിക്കുന്നു, 9 ഭീകരരുടെ താവളങ്ങളിൽ കടന്നു കയറി ഏതാണ്ട് 70ഓളം പേരെ